നമസ്കാരം. റേക്കിയുടെ 9ാമത്തെ പോയിൻ്റാണ് അനാഹത ചക്രം. അനാഹത ചക്രം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാരണം പ്രാണാപാനന്മാർ കപാലകുണ്ടലങ്ങളിലൂടെ ആവാഹിക്കപ്പെടുമ്പോൾ 2 കൈവെള്ളകളിലേക്കും വന്നു നിറയുന്നത് അനാഹത ചക്രത്തിൽ നിന്നാണ്. അനാഹത ചക്രം ഒരു വ്യക്തിയെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയാണ്. ബോഡി, മൈൻഡ്, സോൾ ഇക്വിലിബ്രിയം സംജാതമാക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മൾ എനർജി കൊണ്ട് നിറയുന്ന ഒരവസ്ഥ സംജാതമാകും. ഒന്നും പഠിക്കാത്തവർക്കും ചെയ്യാവുന്ന ഒരു സാന്നിധ്യമാണ് ഈ പ്രാക്ടീസ്. വെള്ളം കുടിക്കുക, സൂര്യന് അഭിമുഖമായി നിൽക്കുക. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 70% ജലത്താൽ നിർമ്മിതമാണ്. ജലത്തിൻ്റെ സ്വഭാവം ക്രിസ്റ്റലീകൃത സ്വഭാവമാണ്. ജലത്തിന് ക്രിസ്റ്റലീകൃത സ്വഭാവം കൈവരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻറ്റൻഷൻ, നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മനസ്സിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പദാർത്ഥ ലോകത്തിൽ പിറവി കൊള്ളുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അനാഹത ചക്രത്തിന് ദളങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിന് പച്ച നിറമാണ്. പ്രധാനമായിട്ടും 1ാമത്തെ ദളത്തിലും 8ാമത്തെ ദളത്തിലും 11ാമത്തെ ദളത്തിലും വീണ്ടും 1ാമത്തെ ദളത്തിലും എനർജി സർക്കുലേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സിദ്ധികൾ കൈവരിക്കാൻ സാധിക്കും. ആ വ്യക്തിക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അഷ്ടൈശ്വര്യ സിദ്ധികൾ പ്രാപ്യമാക്കുന്നതിനുള്ള ഒരു ധ്യാനമുറ കൂടിയാണ് റേക്കിയിൽ അനാഹത ചക്രത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അനാഹതാജ്ഞ നിലയ ശ്യാമാഭ വദനധ്യയ ദംഷ്ട്രോച്ചല ശമാലാതിര രുതിര സംസ്ഥിത കാളരാത്രിയാദിശക്തോ നിഗ്ധോ ധനപ്രിയ മഹാവീരേന്ദ്രവരത രാഗിണ്യാംബ സ്വരൂപിണി എന്നാണ് പറയുന്നത്. അതുപോലെ അനാഹത ചക്രത്തിൽ 46 ദേവതകളുടെ ഇരിപ്പിടം കൂടിയാണ്. അപർണ, ചണ്ഡിക, ചണ്ഡമുണ്ടാസുര, നിഷൂദിനി എന്നീ പറയുന്ന ദേവ ചൈതന്യങ്ങളുടെ അധിഷ്ഠാന പ്രസ്ഥാനം കൂടിയാണ് അനാഹത ചക്രം. അപ്പോൾ അനാഹത ചക്രത്തിന് കൂടുതൽ സമയം റേക്കി നൽകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഷ്ടൈശ്വര്യ സിദ്ധികൾ, അതായത് കുണ്ടലിനി ജാഗരൂകമായി അത് മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തി ഉണർന്ന് അനാഹതത്തിൽ വന്ന് ചുറ്റിത്തിരിയാൻ തുടങ്ങും. അങ്ങനെ ചുറ്റിത്തിരിയുന്നതിനെയാണ് കുണ്ടലിനി ജാഗരണം, ആരോഹണം എന്ന് പറയുന്നത്. അപ്പോൾ മൂലാധാരത്തിൽ ബാണലിംഗം, ധ്രൂമലിംഗം എന്നീ 2 ലിംഗശരീരങ്ങൾ അനാഹതത്തിൽ വന്നു ചേരുന്നു. ഈ സമയം നമ്മുടെ പിടരിക്കണ്ണ് ഓപ്പൺ ആകുന്നു. പിൻഭാഗത്തെ പിനിയൽ ഗ്ലാൻഡാണ് അവിടെ സക്രിയമാകുന്നത്. പിനിയൽ ഗ്ലാൻഡ് സക്രിയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ എൻ്റയർ ഓർഗാൻസിന്, ഓൾ ടിഷ്യൂസിന് ഇലക്ട്രിസിറ്റി പ്രദാനം ചെയ്യും. ഇത് ശരീരത്തിന് മൊത്തം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പിനിയൽ ഗ്ലാൻഡ്. ഈ പിനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രപഞ്ചവുമായി അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേണ്ടത്ര ഊർജം സംജാതമാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സർവൈവൽ കപ്പാസിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ഈ അനാഹത ചക്രം. അനാഹത ചക്രം ആക്ടിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡിലെ ഈ എല്ലാ പിനിയൽ ഗ്ലാൻഡും ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും വർക്ക് ചെയ്ത് ഹോർമോൺ സെക്രേഷൻ ഉണ്ടാകും. വെൽനെസ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നവർക്ക് ചെയ്യാവുന്ന പ്രാക്ടീസാണ് ഇത്. അപ്പോൾ അനാഹത ചക്രത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ധ്യാന നിമഗ്നൻ ആയി ഇരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അനാഹത ചക്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീടൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ്, ലൈറ്റ് ഓഫ് റേക്കി.